വെച്ചോ. കുറെ നാളായി സാറേ ഈന്റെ വയ്യന്നിങ്ങനെ നടക്കുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. വല്ലാത്ത കഷ്ടപ്പാടുണ്ടാ. നോക്കാം, ഒക്കെ ശരിയാവും. ധൈര്യമായിട്ട് വയ്ക്കോ. നോക്കണ്ട, വോട്ടർ തന്നെയാ. മറ്റേ പയ്യനാ കോളനിന്ന്. ഹലോ, ഞാൻ വിചാരിച്ചു മറന്നെന്ന്. ഞങ്ങൾ എത്തിയേക്കാം, പക്ഷെ ഇത്തിരി കഴിയും. ഇന്ന് കുറേ അധികം പേരുണ്ട്. വോട്ട് വാങ്ങിപ്പോയില്ലേ, ഇതുങ്ങളെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വരാൻ പറ്റുമോ? ബേബി ചായനെ കൂട്ടി ഞാനങ്ങ് എത്തിയേക്കാം. ഓക്കെ. അന്നത്തെ കൂട്ടനായിരിക്കടേ. അപ്പം തിന്നതും പോരാ, എന്നിട്ട് എന്നെ കൊണ്ടൊന്നും. ബേബിച്ചോ, സൂക്ഷിച്ചോ, ഇതൊരു വല്ലാത്ത കളിയാണേ. പന്നെ പൊലയാടിത്തരം പറയരുത്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അപരാധിക്കാന്ന് വരുത്തണോ? പുണ്യാളന്മാര്. ദേ, എന്നെ കൊണ്ടൊന്നും വിളമ്പിക്കല്ലേ. ഞരക്കവും മൂടലും മാത്രം ഉണ്ടല്ലോ. കാറ്റ് പോവോ? സംഗതി കൊള്ളാം. ഞാൻ വരട്ടെ, അടുത്താകുമ്പോ അറിയിക്കാം. ഓരത്തുള്ള ഭാഗ്യം. കിടപ്പ് കണ്ടില്ലേ? നമ്മക്കിതിങ്ങനെ നോക്കിക്കാനേ കിട്ടിയുള്ളൂ. എന്റെ മാവ് പൂക്കും. മോഹന, നിന്റെ അങ്ങേര് നേതാവും MLA യും കോപ്പും കുറച്ചൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാ കാര്യം? കൂടെ നടക്കുന്നതിന് ഒരു കാര്യം അങ്ങേര് ചെയ്തു കൊടുക്കത്തില്ല. കോതിപ്പിച്ചുകൊണ്ട് നടക്കും പട്ടിയുടെ മോൻ. കുറച്ചൊക്കെ അറിയാലോ. ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്തയ്ക്ക് പറക്കാത്ത പല പണികളും കാണിച്ചിട്ടാ പലവന്മാരും പല പദവിയിലും എത്തിയത്. ഇപ്പം മണ്ഡലം കമ്മിറ്റിയിൽ എത്തിയില്ലേ, സഹിച്ചെന്നില്ലേ? നോക്കട്ടെ, ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ. അവിടെ പോവുക, അവിടെ തന്നെ നിൽക്കുന്നത്. വന്ന് വണ്ടി കയറാൻ പറ. അവനെവിടെ? പഴയ സ്ഥലം തന്നെയാണോ? അല്ല, വേറെ അണ്ണനങ്ങാട്ട് വന്നോളാന്നാ പറഞ്ഞ. നിങ്ങൾ പുറകെ വന്നാൽ മതി, ഞാൻ കൊണ്ടുവന്നോളാം. എടാ പോയി, ഇത് കൊള്ളാലടാ മറ്റേതിനേക്കാളും. ഇവനിത് എങ്ങോട്ടേക്ക് പോണത്? ഹേയ്, നീ ഒന്ന് പിടയ്ക്കാനേടേ. ഒന്നുമില്ലേ, ഈ യാത്ര ഒരു സുഖല്ലേ? മുന്നിൽ അവിടെ ഇങ്ങനെ പോവല്ലേ, ഒരു വരാല് പോലെ. എടാ പോയി, ഇത് നമുക്ക് മാത്രം മതി കേട്ടോ. നിന്റെ ഏമാനോട് പോകാൻ പറ. അതെങ്ങനെ ശരിയാവും? കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എച്ചിരി ഒന്ന് ശീലിച്ചല്ലേ. മോനോ, ഇത് കൊള്ളാലടാ പോയി. ജീവിതം ആഘോഷിക്കുമ്പോൾ ഇങ്ങനെയും ചില ചേഞ്ചുകൾ നല്ലതാ, അല്ലടോ പോയി.
ഇവിടെ ശരിക്കും പടം ഓടിക്കുന്നുണ്ടാവും. നമ്മുടെ പടം ഓടായിരുന്നാ മതി. ഹാ, നീ വാടേ. ബേബിച്ചോ, ഇതെന്താ ഇങ്ങനൊരു സ്ഥലം? കുഴപ്പമാവോ? നോക്കാന്നേ, എല്ലാത്തിനും ഒരു ത്രില്ല് വേണ്ടടോ പോയി. ത്രില്ല് എനിക്ക് പേടിച്ചിട്ട് പാടില്ല. ഹാ, ഒന്നുമില്ലാലും നമ്മൾ തടിമാടന്മാരെ ആണുങ്ങളല്ലേ, ഇങ്ങനെ പേടിത്തുള്ളിടായാലോ? അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നിങ്ങളുടെ ഓട്ടം അവസാനിച്ചത് തമിഴ്നാട്ടിലാണല്ലേ? കയ്യിലെ കാശ് കയറുന്നപ്പോൾ ബൈക്ക് വെക്കാനുള്ള ശ്രമത്തിന് പോലീസിന്റെ പിടിയിലുമായി. ഇനിയിപ്പോൾ ജയിലിൽ കഴിയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഓർമ്മ വെച്ച കാലം പോലെ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു സാറേ. പിന്നെ ഈ മറ്റുള്ളവരൊക്കെ പോലെ ജീവിക്കാനൊരു കൊതി തോന്നി. അതിപ്പോൾ ഇങ്ങനെ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി സാർ. പുറത്തെല്ലാമുള്ള ഈ ലോകത്തെക്കാളും നല്ലത് ഞങ്ങൾ ജീവിച്ച ജൂനിയർ ഹോം തന്നെ. മതിലിനുള്ളിലാണെങ്കിലും അവിടെ കൊലയും കൊലപാതകങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പുറത്താണല്ലോ അതെല്ലാം. കുറ്റം ചെയ്തവരെന്തും കുറ്റവാളികൾ തന്നെ. അവർക്ക് നിയമത്തിന്റെ മുമ്പിൽ ഇളവുകളൊന്നും ഉണ്ടാവില്ല.
പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. കൊല നടത്തിയിട്ട് രക്ഷപ്പെടാനുള്ള കഴിവൊന്നും നിങ്ങൾക്കില്ല. ഞങ്ങളാരും കൊന്നിട്ടില്ല. ഇവന്റെ പ്രാണനായിരുന്നു സാറേ അവള്. ആരോരും ഇല്ലാത്ത ഞങ്ങൾക്ക് ഒരു കുഞ്ഞനീത്തിയെ പോലായിരുന്നു അവള്. അവളെ കൊന്നവന്മാരെ തീർക്കേണ്ടത് തന്നെയാ. ആ അണ്ണനായിരുന്നു, അറിയത്തില്ലേ? നമ്മുടെ ആള് തന്നെ. പക്ഷെ മൂപ്പരെ ഇലക്ഷൻ സമയത്ത് മാത്രമേ കാണത്തുള്ളൂ. വോട്ട് പിടുത്തം. കൂടുതലങ്ങ് സുഖിപ്പിക്കല്ലേ പി എ സാറേ. എന്താ ഈ നേരത്തൊരു കച്ചവടം? ഇലക്ഷൻ ഇനിയും ഉണ്ടല്ലോ വർഷങ്ങൾ. ഇലക്ഷനൊക്കെ വിടുന്നേ. ആ ചെറുക്കനെന്തേ? അവനെ തന്നെ വേണമെന്നുണ്ടോ? ഏയ്, അണ്ണൻ ഈ പരിപാടിയോട് നേരത്തെ പറഞ്ഞിടായിരുന്നു. അല്ല, അപ്പൊ ഡീലിങ്സ് നമ്മൾ തമ്മിൽ നേരിട്ട് മതിയല്ലോ. ചുമ്മാ നോക്കി നിൽക്കാതെ മുതലിങ്ങ് വിളിക്കുന്നേ. എന്നാലും എന്റെ കൊച്ചേ, നീ വല്ലാണ്ടങ്ങ് കറക്കി കളഞ്ഞു കേട്ടോ. അപ്പൊ ബാക്കി സെറ്റിൽമെന്റ് ഒക്കെ എങ്ങനെയാ? അതൊക്കെ അവനുമായിട്ട് തന്നെ നടത്തിയാൽ മതി. എന്നിട്ട് ആ കഴിവേറി എന്ത് ചെയ്യേ? ഓ, അപ്പൊ ഞങ്ങളെ ട്രാപ്പിലാക്കിയായിരുന്നില്ലടാ പട്ടികളെ. ഇങ്ങോട്ട് പോണം. ഞങ്ങളോട് കളിക്കല്ലേ? ഞങ്ങളുടെ പൊളിറ്റിക്കൽ പവറിനെ കുറിച്ച് നിനക്ക് അറിയാലോ. പിന്നെ നല്ലോണം അറിയാം പി എ സാറേ. പക്ഷെ ഇത് സ്ഥലം വേറെയാ. ഇതിനകത്തോട്ട് വലതുകാലി വെച്ച് കയറിയ ഒരു മോനും ഞങ്ങൾ പോവണ്ടെന്ന് വെച്ചാൽ പോകത്തില്ല. അതുകളാ പിടിച്ചകത്താക്കിയ പിന്നെ നീയൊന്നും പുറലോകം കാണത്തില്ല. എന്നെ പോലുള്ളവർക്ക് അകവും പുറമെല്ലാം കണക്കാ സാറേ. പിന്നെ ഈ കോളനിക്കൊരു പേര് ദോഷമുള്ളത് മോഹനൻ സാറിന് അറിയാലോ അല്ലേ? ഇവിടത്തുകാരെ പിടിക്കാനും അകത്താക്കാനും ഒക്കെ ഇച്ചിരി അറയ്ക്കും. അങ്ങനെ ചെയ്തവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് നല്ലോണം. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്കൊക്കെ അതറിയാം. ഞങ്ങളെ ഇങ്ങനെ ആക്കിയതും നിങ്ങളൊക്കെ തന്നെയല്ലേ? അനുഭവിക്കും. ആണുങ്ങൾ നിങ്ങൾ മാത്രമാണ് കരുതിയ. എടോ, അപരാധിക്കാൻ തീരുമാനിച്ചാൽ നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയാ. ഏതായാലും കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇവളെയും കൊണ്ട് ഞങ്ങളങ്ങ് പോവാ. വടി. പാറയ്ക്കൽ നിയോജകമണ്ഡലം MLA ഹരിശ്ചന്ദ്രദാസിന്റെ PA മോഹനന്റെയും പാർട്ടി ഭാവി MLAയും വ്യവസായിയുമായ ബേബി തോമസിന്റെയും തിരോധാനത്തെക്കുറിച്ച് ആശങ്കകൾ തുടരുകയാണ്. ആഴ്ചകൾ കഴിഞ്ഞിട്ടും കാണാതായവരെ കുറിച്ച് യാതൊരു വിവരവും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണപക്ഷത്തിനോ ഭരണപക്ഷത്തിന്റെ പോലീസിനോ ഇതുവരെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് സാംസ്കാരിക കേരളത്തിൽ തന്നെ അപമാനമായിരിക്കുകയാണ്. ബഹളം വെക്കാതെ ഞാൻ പറയാം. ഇതിപ്പോ കണ്ണ് കൊള്ളേണ്ടത് പിരികത്തി കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിശ്ചയമായും എന്നെയാണ് ലക്ഷ്യമിട്ടത്. പ്രതിപക്ഷം കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ ഇറക്കിയിരിക്കല്ലേ. ഈ തിരോധാനത്തെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പേയെളുകിയ രാഷ്ട്രീയ വിരോധികൾ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മാത്രമല്ല, എത്രയും പെട്ടെന്ന് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വേണ്ടത് ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതല്ലേ? നേതാവ് കത്തി കയറുവാണല്ലോ. സാർ, 2 ആഴ്ചയായിട്ട് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. ആരോപണങ്ങൾ സാറിന് നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് കേരളമാണോ? നിങ്ങൾക്കറിയാലോ, കറപുരളാത്ത കൈയാണിത്. കേരളത്തിലെ പൊതുസമൂഹത്തിനും അതറിയാം. എത്ര വർഷമായി പണി തുടങ്ങിയിട്ട്.
കൂടപ്പുറപ്പിനെയും കൂട്ടിക്കൊടുത്തു നീ അല്ലടാ. ഇവിടുത്തെ ചില രീതികൾ ഇങ്ങനെ സാറുമാരെ, പറച്ചിൽ കുറവാ, പണിയാ കൂടുതൽ. കൂടെ നടന്നതും നീയേ ചാപ്പ, കൂട്ടിക്കൊടുത്തതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീ തന്നെ ചാപ്പ. കൊണ്ടുപോയി കേരള മരുന്നും ചത്ത്. അണ്ണാ 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 രായപ്പണ്ണ, സോറി അണ്ണാ, ഇനി അങ്ങനെ ചെയ്യില്ലണ്ണ. ലുക്കു അണ്ണാ, രായപ്പണ്ണ, ഇനി ഇവിടെ നിൽക്കണ്ടടാ പിള്ളേരെ, എങ്ങോട്ടെങ്കിലും പൊക്കോ. ചിലപ്പോൾ പണി കിട്ടും. പേടിക്കാനൊന്നുമില്ല. അതിൻ്റെ തുമ്പും തേടി ഈ കോളനിയിലേക്ക് ഒരുത്തനും വരത്തില്ല. വന്നാൽ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ കോളനിക്കാരില്ലാത്ത നിങ്ങളിവിടെ നിന്നാൽ സംഗതി മാറും. ആരും കാണാതെ കുറച്ച് നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുക. അത് തന്നെയാ നല്ലത്.
പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളും നമ്മുടെ ജീവിതം. അവിടെ സൂപ്രണ്ടില്ല, ചന്തി ഒഴിപ്പിക്കുന്ന ചോറിലുമില്ല. ഇവിടുന്ന് ചാടിയിട്ട് വേണം ഒരു സിനിമാക്കാരനാവാൻ. ആ വിജയിനെ പോലെ ആവണം. ഓ, പിന്നൊരു അടിച്ചുപൊളി ജീവിതം. എനിക്ക് കുറെ കാശുണ്ടാക്കണം. എന്നിട്ട് വേണം എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ കൊച്ചാപ്പടം മുമ്പിൽ ചെന്നൊന്ന് നിൽക്കാൻ. ഞങ്ങളെ സ്വപ്നം കണ്ടതെല്ലാം അങ്ങനെ വെറുതെ. ഒരു കണക്കിന് ഇതിൻ്റെ അകത്ത് തന്നെയാണ് നല്ലത്. ഈ മതിലിനേക്കാളും വലിയ മതിലുകളാണല്ലോ അപ്പുറത്ത്. ഇവിടെ പൊട്ടാസുകളാണെങ്കിൽ അവിടെ വലിയ വലിയ ബോംബുകളാണ്. പിന്നെയും നെഞ്ഞത്ത് പോസ്റ്റർ അടിച്ചില്ലേ? നമ്മുടെ വീടി പത്തായി മെങ്കടി പിന്നെയും മല്ലാടിക്കണ്ടോ? പോലീസ് പിടിച്ചാൽ ചിലപ്പോ നമുക്ക് നാളെ തന്നെ കാണാം. അവസാനം ഇങ്ങോട്ട് തന്നെ പോന്നില്ലേ? ഓന്തോടിയാൽ എവിടം വരിക മക്കളെ? സുഗുണേട്ടൻ ഇന്നലെ കിട്ടിയ സമ്മാന ഒടിഞ്ഞ കൈ. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് അധികാലം താമസിക്കാൻ പറ്റൂല. ഞങ്ങളെപ്പോലെ പ്രായം വന്ന മുട്ടന്മാരെല്ലാം ഇവിടുന്ന് പോകേണ്ടി വരും. മുട്ടനായി വളർന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ വേറെ ഹോമുകളുണ്ട്. പലരും അങ്ങോട്ട് എത്താറില്ലെന്ന് മാത്രം. സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെയാണ് വെച്ചു.